ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ആവേശ ജയം നേടാൻ ടീം ഇന്ത്യക്ക് സാധിച്ചു. സെഞ്ചുറിയനിൽ നടന്ന പോരാട്ടത്തിൽ 11 റൺസിന്റെ ത്രില്ലിംഗ് ജയമാണ് സൂര്യകുമാർ യാദവും ടീമും സ്വന്തമാക്കിയത്. ജയത്തോടെ 4 മത്സര പരമ്പരയിൽ ടീം ഇന്ത്യ ലീഡ് എടുക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചയാണ് പരമ്പരയിലെ നാലാമത്തെയും അവസാനത്തെയും T20 നടക്കുക. മൂന്നാം മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വിരുന്നിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 219 എന്ന പടുകൂറ്റൻ സ്കോറാണ് നേടിയത്. തിലക് വർമ്മയുടെ കിടിലൻ സെഞ്ചുറിയായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗിലെ പ്രത്യേകത. മൂന്നാം കളിയിലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഓപ്പണർ സഞ്ജു സാംസണിന്റെ വിക്കറ്റ് തുടക്കം തന്നെ നഷ്ടമായി. എന്നാൽ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ചേർന്ന് ഇന്ത്യക്ക് മികച്ച തുടക്കം സമ്മാനിച്ചു. ഒപ്പം ഇന്ത്യൻ ടീം കഴിഞ്ഞ കുറച്ചു നാളുകളായി കാത്തിരുന്ന ഒരു പ്രധാന കാര്യവും ഈ കളിയിൽ നടന്നു. യുവ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ ടീമിന്റെ തലവേദനയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലെ ആദ്യ 2 കളികളിൽ ഫ്ലോപ്പായിരുന്ന അഭിഷേക് ശർമ്മ പക്ഷേ മൂന്നാം T20യിൽ കിടിലൻ ഇന്നിംഗ്സുമായി ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീം ഏറെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണിത്. സഞ്ജു സാംസണൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ വെറും 24 പന്തിൽ അർദ്ധ സെഞ്ചുറിയിലെത്തി. 50 നേടിയതിനു ശേഷമുള്ള പന്തിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് 6 അടിക്കാനുള്ള താരത്തിന്റെ ശ്രമം പക്ഷേ സ്റ്റെമ്പിംഗ് ഔട്ടിൽ കലാശിക്കുകയായിരുന്നു. വെറും 25 പന്തുകളിൽ 3 ബൗണ്ടറികളും 5 സിക്സറുകളും സഹിതമാണ് അഭിഷേക് ശർമ്മയുടെ 50 റൺസ് ഇന്നിംഗ്സ്. അഭിഷേക് ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തിയത് ടീം ഇന്ത്യക്ക് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. അഭിഷേക് കൂടി ഫോമായതോടെ അടുത്ത കളിയിൽ ഇന്ത്യയുടെ കരുത്തും വർദ്ധിക്കും. നേരത്തെ ജൂലൈയിൽ നടന്ന സിംബാബ്വെ പര്യടനത്തിലായിരുന്നു അഭിഷേക് ശർമ്മ ഇന്ത്യക്കായി T20യിൽ അരങ്ങേറ്റം കുറിച്ചത്. പരമ്പരയിലെ 2ാം മത്സരത്തിൽ സെഞ്ചുറി നേടി ഞെട്ടിച്ച അഭിഷേക് പിന്നീട് ദേശീയ ടീമിൽ ഫ്ലോപ്പ് ആകുന്നതാണ് ആരാധകർ കണ്ടത്. ബംഗ്ലാദേശിനെതിരെ നടന്ന T20 പരമ്പരയിൽ 16, 15, 4 എന്നിങ്ങനെയായിരുന്നു അഭിഷേക് ശർമ്മയുടെ സ്കോറുകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ T20യിൽ 7 റൺസിനും 2ാം T20യിൽ 4 റൺസിനും അദ്ദേഹം പുറത്തായി. മൂന്നാം T20യിലെ അർദ്ധ സെഞ്ചുറി പ്രകടനം പ്ലേയിങ് 11ലെ സ്ഥാനം തൽക്കാലത്തേക്കെങ്കിലും നിലനിർത്താൻ അഭിഷേക് ശർമ്മയെ സഹായിക്കും. T20യിൽ ഇന്ത്യക്കായി ഇതുവരെ 11 മത്സരങ്ങളാണ് അഭിഷേക് ശർമ്മ കളിച്ചിട്ടുള്ളത്. ഇതിൽ 22 ബാറ്റിംഗ് ശരാശരിയിൽ 220 റൺസാണ് സമ്പാദ്യം. മൂന്നാം T20യിലെ തിലക് വർമ്മയുടെ പ്രകടനവും 4ാം T20ക്ക് മുൻപ് ഇന്ത്യക്ക് ആവേശം സമ്മാനിക്കുന്നുണ്ട്. സെഞ്ചുറിയൻ T20യിൽ 3ാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച തിലക് കിടിലൻ സെഞ്ചുറിയാണ് സ്കോർ ചെയ്തത്. 56 പന്തുകളിൽ നിന്ന് 107 റൺസാണ് തിലക് നേടിയത്. 8 ബൗണ്ടറികളും 7 സിക്സറുകളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു.